നമ്മൾ ചെയ്ത തിന്മകൾ അല്ലാഹു തആല പുറത്തു തന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സ്വർഗത്തിലേക്ക് ആക്കുന്നതിന് മുമ്പ് നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും അല്ലാഹു തആല. നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകൾ, രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ, അത് അല്ലാഹു തആല പുറത്തു തരാൻ അല്ലാഹു നിശ്ചയിച്ച പല കാര്യങ്ങളുണ്ട്. ദുനിയാവിൽ അല്ലാഹു തആല നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തിന്മകൾ പൊറുക്കാൻ അല്ലാഹു തആല 5 കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 കാര്യം? നമ്മൾ പലതവണ പല ദർസിലും പങ്കെടുത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ആർക്കെ പറയാൻ പറ്റുക? 5 കാര്യങ്ങൾ കൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച, ഇസ്ലാം നിശ്ചയിച്ച 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ കൊണ്ടാണ്, 5 കാര്യങ്ങളാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നത്. ഒന്ന് അത്തൗബ, അൽ ഇസ്തിഗ്ഫാർ, അൽ മസായിബുൽ മുകഫിറ. ഒന്ന് അത്തൗബ, തൗബയാണ്. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. തൗബ ചെയ്തവൻ, സത്യസന്ധമായി തൗബ ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. തൗബ സത്യസന്ധമായി ചെയ്താൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കും. അത്തൗബ, ചെറുതും വലുതുമായ തിന്മകൾ പൊറുക്കാൻ കാരണമാകുന്ന ഒന്ന് തൗബയാണ്. ചെറുതും വലുതും അതുകൊണ്ട് പൊറുക്കും. രണ്ടാമത്തെ അൽ ഇസ്തിഗ്ഫാർ. യഥാർത്ഥത്തിൽ തൗബയുടെ ഭാഗം തന്നെ ഇസ്തിഗ്ഫാർ. പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് അത് വേറെ തന്നെ എണ്ണിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ അത് പാപങ്ങൾ പൊറുക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഗ്ഫിർലി എന്നുള്ള ദുആ അല്ലാഹുവിനോട് ചെയ്യുക, അത് പാപങ്ങൾ പൊറുക്കാൻ കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ശൈത്താനും അല്ലാഹു തആല നമ്മുടെ സംഭാഷണം. ശൈത്താൻ എന്താ പറഞ്ഞത്? ഇസ്സതിക യാ റബ്ബ് ലാ അബ്റഹു ഉഗ്ബി ഇബാദക മാ ദാമത് അർവാഹുഹും ഫി അജ്സാദിഹിം. ഞാൻ എൻ്റെ അടിമകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലം, അവർക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും. ശൈത്താൻ പറഞ്ഞു. എന്താ അല്ലാഹു പറഞ്ഞു? വഇസ്സതി വജലാലി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. അവരെന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു പാപങ്ങൾ പൊറുക്കാൻ നിശ്ചയിച്ച രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിഗ്ഫാർ. മൂന്നാമത്തേത് അൽ ഹസനാത്തുൽ മാഹിയ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അപ്പൊ നോക്ക്, ഇവിടെ പറഞ്ഞില്ലേ, വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത. തിന്മയോട് നീ നന്മയെ ചേർക്കുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. അൽ ഹസനാത്തു അൽ മാഹിയ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളും തിന്മകളെ മായ്ച്ചു കളയാൻ കാരണമാണ്. എന്നാൽ ചില നന്മകളെ കുറിച്ച് പ്രത്യേകം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ആ നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും. അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വുളു ചെയ്താൽ എന്താണ്? ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കണം. നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു വന്നാൽ പാപങ്ങൾ പൊറുക്കും. പിന്നെ പാപങ്ങൾ പൊറുക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തേത് അൽ മസായിബുൽ മുകഫിറ. മുസീബത്തുകളാണ്, നമ്മൾക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ. ആ മുസീബത്തുകളിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. ക്ഷമിച്ചാൽ, മുസീബത്ത് ഉണ്ടായാൽ പാപം പൊറുക്കൂല, പക്ഷെ മുസീബത്തിൽ ക്ഷമിക്കണം. ഇന്ന അഅ്ളമൽ ജസാഇ മഅ അഅ്ളമിൽ ബല. എത്രത്തോളം നമ്മൾക്ക് പരീക്ഷണം ഉണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ വലിപ്പം. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസ്, സുദാഉൽ മുഅ്മിനി, ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന തലവേദന, മുസീബത്ത്. ഔ ഷൗകതുൻ യുശാഖുഹ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ള്. ഔ ശൈഉൻ യുദീഹി, അല്ലെങ്കിൽ അവനെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം. യർഫഉഹു അല്ലാഹു ബിഹാ ദറജ വയുകഫിറു ബിഹാ അൻഹു ദുനൂബ. അതിലൂടെ അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തും, അവന്റെ തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയും. അപ്പൊ നോക്ക്, പരീക്ഷണങ്ങളിൽ സബർ ചെയ്താൽ, ക്ഷമിച്ചാൽ അല്ലാഹു എന്ത് ചെയ്യും? പാപങ്ങൾ. അഞ്ചാമത്തേത് എന്താ? ദുആഉൽ മുഅ്മിനീൻ വൽ മലായിക. മലക്കുകളുടെ പ്രാർത്ഥന, മുഅ്മിനുകളുടെ പ്രാർത്ഥന. വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കണം. ഗഫറല്ലാഹു ലക, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊക്കെ പരസ്പരം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പാപമോചനത്തിൽ പ്രാർത്ഥിച്ചു, അത് അള്ളാഹു സ്വീകരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്, അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കും. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തലബുൽ ഇൽം, വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈ ഹത്തൽ ഹീതാനു ഫിൽ ബഹർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കടലിലെ മത്സ്യങ്ങൾ വരെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു ആ ദീൻ പഠിക്കുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ ജീവികളും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. ഇങ്ങനെ 5 കാര്യങ്ങൾ കൊണ്ടാണ് പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്നത്. ഏതൊക്കെ 5 കാര്യം? അത്തൗബ, അൽ ഇസ്തിഗ്ഫാർ, അൽ ഹസനാത്തുൽ മാഹിയ, അൽ മസായിബുൽ മുകഫിറ,
دعاء المؤمنين والملائكة. طيب.